നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആലോചിക്കുമ്പോൾ ഇന്ന് മതനിരപേക്ഷതയുടെ ഒരു സംരക്ഷിത തുരുത്തായിട്ടാണ് കേരളം നിലനിൽക്കുന്നത്. അങ്ങനെ മതനിരപേക്ഷതയ്ക്ക് ആധിപത്യമുള്ള കേരളത്തിൽ വർഗീയ വിഭജിത കേരളമാക്കാനുള്ള സംഘപരിവാർ ആസൂത്രണം എങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്നതാണ് ഈ സനാതനികളുടെ ഹിന്ദുത്വം എന്ന പുസ്തകത്തിലെ പ്രതിപാദ്യം. ഇന്ന് രാവിലെ എനിക്ക് വാട്സപ്പിൽ ഒരു പോസ്റ്റർ അയച്ചു തന്നത് മലപ്പുറം ജില്ലയിലെ പന്തലായരി എന്ന സ്ഥലത്തെ ഒരു ക്ഷേത്ര വികസന സമിതിയുടെ പ്രസിഡന്റാണ്. ഞാൻ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ അതിൽ ആ പോസ്റ്ററിൽ പറയുന്നത്, ഏകീകൃത ഹൈന്ദവ മുന്നേറ്റം ശനിയാഴ്ചകളിൽ ക്ഷേത്രങ്ങളിലേക്ക്. എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 7:30 വരെ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ എത്തിച്ചേരുക. ലക്ഷ്യം ക്ഷേത്രങ്ങളിൽ ഒത്തുചേരുക. ആഴ്ചയിലൊരിക്കൽ എങ്കിലും പരസ്പരം കാണുക. ഇതിൻ്റെ പ്രയോജനം ബന്ധങ്ങൾ വളരും, സമൂഹം ഐക്യത്തോടെ ശക്തിപ്പെടും. പ്രതിജ്ഞ: ഈ സന്ദേശം ഷെയർ ചെയ്യുക. ഓരോ ശനിയാഴ്ചയും ക്ഷേത്ര ദർശനം ഉറപ്പാക്കുക. വാഗ്ദാനം: നമ്മൾ ഒത്തൊരുമിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഭാര്യയെയും മക്കളെയും കൂടെ കൂട്ടുക. ഏകീകൃത ഹൈന്ദവ മുന്നേറ്റം. നമ്മൾ എവിടുന്നാണ് സംസാരിക്കുന്നത്? ഇപ്പോൾ തിരുവനന്തപുരത്താണ് അല്ലേ? കോർപ്പറേഷൻ ആരാ ഇപ്പം ഭരിക്കുന്നത്? നമ്മൾ അഭിമാനിക്കുകയാണ് മതനിരപേക്ഷതയുടെ സംരക്ഷിത തുരുത്താണ്. ശരിയാണ്, ഇപ്പോൾ ആധിപത്യമുണ്ട്. മതനിരപേക്ഷതയ്ക്ക് ആധിപത്യമുള്ള സമൂഹമാണ്. പക്ഷെ പതിയെ എന്താണോ ബംഗാളിൽ നടപ്പാക്കിയത് അത് പതിയെ ഇവിടെയും നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവയാകെ ആവർത്തിക്കണം എന്ന് തോന്നുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ 2026 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിൽ നിന്ന് UDF അല്ലേ, 10 കൊല്ലം ഇടതുമുന്നണിയുടെ ഭരണ നേതൃത്വത്തിൽ അഴിമതിയെ സംബന്ധിച്ച് ഗൗരവകരമായിട്ട് എന്തെങ്കിലും ആക്ഷേപം വന്നിട്ടുണ്ടോ? ഒന്നുമില്ല. പൊതുവിൽ അഴിമതിരഹിതമായൊരു ഭരണ നേതൃത്വം കാഴ്ചവെച്ചിട്ടുള്ള ഇടതുമുന്നണിയുടെ ഭരണം. വികസന നേട്ടങ്ങൾ എത്രയാണ്? നികുതിയേതര വരുമാനത്തിലൂടെ മാത്രം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത സാമ്പത്തികമായി ഞെരുക്കമുള്ള കേന്ദ്രം ഞെരുക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പ്രയാസം നേരിടുന്ന കേരളത്തിൽ വിഭവ സ്രോതസ് കണ്ടെത്തി 1 ലക്ഷത്തിലധികം കോടി രൂപയുടെ വികസന നേട്ടങ്ങൾ ഉണ്ടാക്കി. പിന്നെയോ ഗാന്ധിജി പറഞ്ഞതുപോലെ എന്താണ് സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ച് താങ്കളുടെ കാഴ്ചപ്പാട് എന്ന് ചോദിച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, അവസാനത്തെ ആളുടെ കണ്ണീരൊപ്പൽ അല്ലേ? അതല്ലേ 10 വർഷത്തെ ഇടതുമുന്നണി ഭരണത്തിലുണ്ടായത്. 62 ലക്ഷം ആളുകൾക്ക് പെൻഷൻ, എല്ലാം ആനുകൂല്യങ്ങൾ കൊടുത്തു. ഈ വികസന നേട്ടങ്ങളും ക്ഷേമ നേട്ടങ്ങളും ഒക്കെ നടപ്പാക്കിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർഭരണം ലഭിച്ചില്ല. എന്തുകൊണ്ട്? കേരളത്തിലെ വലതുപക്ഷത്തിന് ഇടതുപക്ഷത്തേക്കാൾ മേൽക്കൈയുണ്ട്. അതാണ് തെളിയിക്കപ്പെട്ടത്. അതോടൊപ്പം ഈ വലതുപക്ഷ വിജയത്തിൻ്റെ കാലാൾപ്പടകൾ യഥാർത്ഥത്തിൽ വർഗീയ ശക്തികളാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള 2 പുസ്തകങ്ങൾ നേരത്തെ ഒന്ന് പറഞ്ഞല്ലോ. ഇസ്ലാം, കേരളം, മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം. അത് മാതൃഭൂമി ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. അത് 2024 ഇപ്പോൾ സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകത്തിലൂടെ എങ്ങനെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയം കേരളത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഉള്ളറകളിലേക്കുള്ള ചരിത്ര വസ്തുതകളാണ് ഇതിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ കേരളത്തെ നോക്കുക. ഇന്നത്തെ UDFൻ്റെ ഭരണം
യഥാർത്ഥത്തിൽ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം വെടിമരുന്ന് ഉണക്കാനുള്ള സമയമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. സംഗതി മനസ്സിലായല്ലോ. ചരിത്രത്തിൽ വെടിമരുന്ന് ഉണക്കാനുള്ള സമയമുണ്ട്. SRP ഒക്കെ ഒട്ടേറെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ലോക ചരിത്രത്തിൽ ഫാസിസത്തെ തോൽപ്പിക്കാനുള്ള സന്ധി ഏർപ്പെടുത്തിയപ്പോൾ, സന്ധി ഉണ്ടായപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ട് സോവിയറ്റ് യൂണിയൻ വെടിമരുന്ന് ഉണക്കാനുള്ള സമയമാണ്. ഇത് നേരെ വിപരീതമാണ്. അപ്പോൾ കേരളത്തെ സംഘപരിവാർ വൽക്കരിക്കാനുള്ള, അല്ലെങ്കിൽ കേരളത്തിൽ BJP ഭരണത്തെ കൊണ്ടുവരാനുള്ള, വെടിമരുന്ന് ഉടക്കാനുള്ള സമയമായിട്ടാണ് ഈ കാലത്തെ സംഘപരിവാർ കണക്കാക്കുന്നത്. അപ്പോൾ നവോത്ഥാന മൂല്യങ്ങളെ പരാജയപ്പെടുത്താനുള്ള ഒരു തരം പ്രതിവിപ്ലവം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ പറയാറുണ്ടോ, സൈലന്റ് അറ്റാക്ക്. എല്ലാം പുറത്തു വരില്ല, ഇങ്ങനെയാണ് ഇടപെടുന്നത്. നമ്മുടെ നാട്ടിൽ ഹിന്ദു വിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങൾ നിരവധിയുണ്ട്. അതിൽ ക്ഷേത്രങ്ങളായിട്ട് പരിവർത്തിപ്പിക്കുക. ഇതാണ് കാവുകളെ, മടപ്പുരകളെ, മുടിപ്പുരകളെ. ഇതാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരിടത്ത് ഞാൻ പോയപ്പോൾ മുടിപ്പുരയാണ്. അതൊക്കെ കീഴാളരുടെ ആരാധന ആലയങ്ങളാണ്. അപ്പം അതിനെയൊക്കെ ക്ഷേത്രവൽക്കരിക്കുക. പിന്നെയോ ഹിന്ദു വിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങളെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് പ്രചരണം നടത്താനുള്ള വേദിയാക്കി മാറ്റുക. അതിൻ്റെ ഭാഗമാണിത്. ഈ പുസ്തകത്തിൽ വേറൊരു പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് വിശകലനം ചെയ്യുന്നുണ്ട്. അത് പഴയ ഒരു RSS പ്രചാരകനായിരുന്ന P. മാധവൻ എഴുതിയിട്ടുള്ള ക്ഷേത്ര ചൈതന്യ രഹസ്യമാണ്. RSSകാർ അദ്ദേഹത്തെ വിളിക്കുന്നത് മാധവജി എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ക്ഷേത്ര ചൈതന്യ രഹസ്യം വായിച്ചാൽ അത് ക്ഷേത്ര ചൈതന്യം വിശ്വാസികളെ അറിയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. നേരെ മറിച്ച് വിശ്വാസികളെ വർഗീയവൽക്കരിച്ച് RSSന്റെ അണികളാക്കി മാറ്റാനുള്ള കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് അതിൽ ആവിഷ്കരിച്ചത് എന്ന് കാണാൻ കഴിയും. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ക്ഷേത്ര സംരക്ഷണ സമിതി. അതിനെ അടിസ്ഥാനത്തിലാണ് ഹിന്ദു ആരാധനാലയങ്ങളിൽ മാതൃസമിതി ഉണ്ടാക്കിയിട്ടുള്ളത്. സ്ത്രീകളുടെ വേദി, പ്രത്യേകമായിട്ടുള്ള വേദി ഒക്കെ ഉണ്ടാക്കിയത് കൃത്യമായിട്ടൊരു പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ഈ പുസ്തകത്തിൽ വിശദമാക്കുന്നുണ്ട്.